ഇതാണ് സ്പാനിഷ് പ്ലം. ഇതിൻ്റെ ഒറിജിൻ സ്പെയിനാണ്. ഇതിൻ്റെ ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സും ടേസ്റ്റും ഭംഗിയും കാരണം പല രാജ്യങ്ങളിലും ഇത് പടർന്നിരിക്കുന്നു. സ്പാനിഷ് പ്ലം പച്ചയായിട്ടിരിക്കുമ്പോൾ കണ്ടാൽ ഏകദേശം അമ്പഴങ്ങ പോലെ തോന്നുമെങ്കിലും അമ്പഴങ്ങയേക്കാൾ കുറച്ചുകൂടി വലുപ്പമുണ്ട്. ഇത് സ്റ്റെമ്മേൽ ഒട്ടിയാണ് വളരുന്നത്. നന്നായി പഴുക്കുമ്പോൾ നല്ല റെഡ് കളറായിരിക്കും. ചെറുതായിട്ട് സോഫ്റ്റ് ആയിരിക്കും. നന്നായിട്ട് പഴുത്ത് കഴിയുമ്പോൾ തൊലിക്ക് നല്ലൊരു കട്ടിയുണ്ട്. ആ മുഖത്തൊരു കുരു കാണും. പിന്നെ നകത്ത് നല്ല ഫ്ലഷും കാണും. ഏകദേശം ഒരു ചെറിയ മാങ്ങയുടെ ആ ടെക്സ്ചർ ആയിരിക്കും. ഇതിൻ്റെ ടേസ്റ്റ് പറയുവാണെങ്കിൽ നല്ലൊരു മാങ്ങാപ്പഴത്തിൻ്റെയും പൈനാപ്പിളിൻ്റെയും കൂടെ കൂടിയ ഒരു ടേസ്റ്റ് ആയിരിക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. സ്പാനിഷ് പ്ലം പഴുത്ത് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം. അതല്ലെങ്കിൽ അതുകൊണ്ട് ജാം, ജെല്ലി, ജ്യൂസസ്, അതുപോലെ സാലഡ്സ് ഒക്കെ ഉണ്ടാക്കാവുന്നതാണ്. ഇത് റീഫ്രിജറേറ്റ് ചെയ്ത് സൂക്ഷിക്കാം, ഫ്രീസ് ചെയ്യാം. ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോൾ അതിൻ്റെ കളറിന് കുറച്ചൊരു മാറ്റം വന്നേക്കാം. സ്പാനിഷ് പ്ലം നമുക്ക് എല്ലാ കടകളിലും ഒന്നും വാങ്ങിക്കാൻ കിട്ടാറില്ല. എങ്കിലും ചില കടകളിൽ ഡ്രൈഡ് ഫ്രൂട്ടായിട്ടും ക്യാൻഡ് ഫ്രൂട്ടായിട്ടും ഞാൻ കണ്ടിട്ടുണ്ട്. ഫ്രൂട്ട്സ് ഒക്കെ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രൂട്ട്സ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പം ഇതിൻ്റെ ഇലയെല്ലാം കൊഴിഞ്ഞ് ആ മരത്തിൽ 3-4 ചുള്ളിക്കമ്പ് പോലെ ഇങ്ങനെ നിൽക്കുന്നതാണ്. ഞാൻ പല സ്ഥലത്തും ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ട് ഇതെന്ത് മരമാണ്, ഇതെന്നെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചുള്ളിക്കമ്പ് പോലെ നിൽക്കുന്നത്, ഇതെന്ത് മരമാണെന്ന് ആലോചിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും തളിർത്ത് വരുമ്പോൾ ഇലകളും അതിൻ്റെ ആ ഫ്രൂട്ട്സിൻ്റെ പൂക്കളും ഒന്നിച്ചാണ് തളിർത്ത് വരുന്നത്. ഇതെല്ലാ വീട്ടിലും വളർത്താവുന്ന ഒരു ചെടിയാണ്. നല്ലൊരു ഭംഗിയല്ലേ, കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. ഫ്രൂട്ട്സിന് നല്ല ടേസ്റ്റാണ്. ഇവിടെ വരുന്ന എല്ലാവരും എൻജോയ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണിത് കേട്ടോ. ഒരെണ്ണം പറിച്ചു തന്നാൽ നമുക്ക് വീണ്ടും പറിച്ചു തിന്നാൻ നോക്കും. സ്പാനിഷ് പ്ലമ്മിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ കേട്ടില്ലേ? ഇനിയും ഒരു വീഡിയോയുമായി കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയണേ.